ഹലോ ഫ്രണ്ട്സ്, 25-ാം ആഴ്ചയിൽ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത 11 സീരിയൽസും അവ നേടിയിരിക്കുന്ന TRPയും അവയുടെ പൊസിഷൻസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മൊത്തത്തിൽ ഈ 25-ാം വീക്ക് ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച് അത്ര നല്ല വീക്കായിരുന്നില്ല. കാരണം GRP പോയിന്റ് കുറഞ്ഞ തോതിൽ ഇടിഞ്ഞിട്ടുള്ളൊരു വീക്ക് തന്നെയായിരുന്നു. സംപ്രേഷണം ചെയ്ത 11 സീരിയൽസിൽ ഭൂരിഭാഗവും റേറ്റിംഗ് ഉയർത്തിയപ്പോൾ വളരെ ചുരുക്കം സീരിയൽസിന് TRP റേറ്റിംഗ് താഴ്ന്നിട്ടുള്ളൂവെങ്കിലും ഏഷ്യാനെറ്റിൻ്റെ GRP ചെറിയ തോതിൽ ഇടിഞ്ഞിട്ടുള്ളൊരു വീക്കായിരുന്നു. അതായത് ഈ ആഴ്ച 697 GRP പോയിൻ്റാണ് ഏഷ്യാനെറ്റിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം പരമ്പരകളും അവ നേടിയിരിക്കുന്ന TRP പോയിൻറ്റും. ഈ ആഴ്ചയും അവസാന സ്ഥാനം, അതായത് 9-ാം സ്ഥാനത്ത് തുടരുന്നത് ഗീതാ ഗോവിന്ദമാണ്. നേടിയിരിക്കുന്നത് 2.8 TRP റേറ്റിംഗ് ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 2.6 ആയിരുന്നു. അതായത് ഈ ആഴ്ച 0.2 റേറ്റിംഗ് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. 8-ാം സ്ഥാനത്തുള്ളത് ഏതോ ജന്മകൽപ്പനയിൽ നേടിയിരിക്കുന്നത് 3.7 TRP റേറ്റിംഗ് ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 3.5 ആയിരുന്നു. അതായത് ഇവിടെയും 0.2 റേറ്റിംഗ് ഉയർച്ച നേടാൻ സാധിച്ചിട്ടുണ്ട്. 7-ാം സ്ഥാനത്തുള്ളത് ജാനകിയുടെയും അബിയുടെയും വീട്. നേടിയിരിക്കുന്നത് 4.1 TRP റേറ്റിംഗ് ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 3.7 ആയിരുന്നു. അതായത് 0.4 റേറ്റിംഗ് ഉയർച്ചയാണ് നേടിയിട്ടുള്ളത്. 6-ാം സ്ഥാനത്ത് 2 പരമ്പരകളുണ്ട്. ഒന്ന് സ്നേഹക്കൂട്. നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 5.8 ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 4.8 ആയിരുന്നു. അതായത് സ്നേഹക്കൂട് നല്ലൊരു രീതിയിൽ TRP റേറ്റിംഗ് ഉയർത്തി 1 പോയിൻ്റാണ് ഉയർത്തിയിട്ടുള്ളത്. 6-ാം സ്ഥാനത്തുള്ള മറ്റൊരു പരമ്പര ഇഷ്ടം മാത്രം നേടിയിരിക്കുന്നതും 5.8 TRP റേറ്റിംഗ് ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 5.2 ആയിരുന്നു. അതായത് 0.6 ഒരു വമ്പൻ റേറ്റിംഗ് ഉയർച്ച നേടാൻ ഇഷ്ടം മാത്രം ടീമിന് സാധിച്ചിട്ടുണ്ട്. 5-ാം സ്ഥാനത്തുള്ളത് സാന്ത്വനം 2 ആണ്. നേടിയിരിക്കുന്നത് 10 TRP റേറ്റിംഗ് ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 10.1 ആയിരുന്നു. അതായത് 0.1 റേറ്റിംഗ് ഇടിവാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 4-ാം സ്ഥാനത്തുള്ളത് മൗനരാഗം. നേടിയിരിക്കുന്നത് 10.8 TRP റേറ്റിംഗ് ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 10.4 TRP റേറ്റിംഗ് ആയിരുന്നു. അതായത് 0.4 ഉയർച്ചയാണ് ഇവിടെ നേടാൻ സാധിച്ചിട്ടുള്ളത്. 3-ാം സ്ഥാനത്ത് 2 പരമ്പരകളുണ്ട്. അതിലൊന്ന് പവിത്രമാണ്. പവിത്രം നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 12.5 ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 11.6 ആയിരുന്നു. അതായത് പവിത്രത്തിന് ഈ ആഴ്ച റേറ്റിംഗിൽ ഒരു വമ്പൻ കുതിച്ചുചാട്ടം തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചു. 0.9 ആണ് അധികം നേടിയിരിക്കുന്ന TRP റേറ്റിംഗ്. മറ്റൊരു പരമ്പര 3-ാം സ്ഥാനത്തുള്ളത് ടീച്ചർ അമ്മയാണ്. ടീച്ചർ അമ്മയും നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 12.5 ആണ്. പക്ഷേങ്കിൽ കഴിഞ്ഞ വീക്കിൽ ഇത് 13 ആയിരുന്നു. അതായത് ഈ ആഴ്ച ടീച്ചർ അമ്മയ്ക്ക് റേറ്റിംഗ് താഴ്ചയാണ്. 0.5 റേറ്റിംഗ് താഴ്ച. 2-ാം സ്ഥാനത്ത് ഈ ആഴ്ചയും തുടരുന്നത് പത്തരമാറ്റ്. പത്തരമാറ്റ് നേടിയിരിക്കുന്നത് 13.7 TRP റേറ്റിംഗ് ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 13.8 ആയിരുന്നു. ഈ ആഴ്ചയും 1-ാം സ്ഥാനത്തുള്ളത് ചെമ്പനീർ പൂവ് തന്നെ. ചെമ്പനീർ പൂവ് നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 14.1 ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 15.3 ആയിരുന്നു. അതായത് ഈ ആഴ്ച ചെമ്പനീർ പൂവിൻ്റെ റേറ്റിംഗിൽ ഒരു വമ്പൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റിൽ ഈ ആഴ്ച സംഭവിച്ച ഏറ്റവും വലിയ റേറ്റിംഗ് ഇടിവ് നേടിയ പരമ്പര ഈ ആഴ്ച ചെമ്പനീർ പൂവാണ്. എന്നിരുന്നാലും പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഈ ആഴ്ചയും 1-ാം സ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത്. നിങ്ങളുടെ ഇഷ്ട പരമ്പര ഈ സീരിയലുകളിൽ ഏതെന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. താങ്ക്